ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ 5 ലക്ഷത്തിൻ്റെ മൈൽ സ്റ്റോണിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 4 റിവാർഡാണ്. ഈ 4 റിവാർഡിൽ ഏത് റിവാർഡാണ് ബെസ്റ്റ്? നമ്മളെല്ലാവരും 5 ലക്ഷത്തിൻ്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും 4 റിവാർഡിൽ ഏതെങ്കിലും ഒരു റിവാർഡ് തിരഞ്ഞെടുക്കാം. ബട്ട് ഇതിൽ നമുക്ക് ഏത് റിവാർഡാണ് ഫ്രണ്ട്സ് നമുക്ക് എടുക്കേണ്ടത്? സ്പിരിറ്റ് ഫോക്സ് പെറ്റ് എടുക്കണോ, ഓത്തോ ക്യാരക്ടർ എടുക്കണോ, അല്ലെങ്കിൽ ഫ്ലേമിംഗ് AK എടുക്കണോ, അല്ലെങ്കിൽ നമുക്ക് വീഗിൾ ബാക്ക് ഇമോട്ട് എടുക്കണോ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ആദ്യത്തെ റിവാർഡാണ് ഫ്രണ്ട്സ് സ്പിരിറ്റ് ഫോക്സ്. ഈ ഒരു പെറ്റിന്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനോട് കാണാൻ സാധിക്കും. റീസ്റ്റോർ എക്സ്ട്രാ HP വെൻ യൂസിങ് എ മെഡി. മാക്സ് ആയ ഈ ഒരു പെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാവരും മെഡിക്കിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 10 HP കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ പെറ്റൊന്നുമില്ലാതെ മെഡിക്കിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് 50 HP നിന്ന് മെഡിക്കിറ്റ് അടിച്ചപ്പോൾ ലഭിച്ചതെന്ന് വെച്ചാൽ 125 HP ആയിരുന്നു. നമ്മൾ ഇനി സ്പിരിറ്റ് ഫോക്സ് പെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെഡിക്കിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര HP ലഭിക്കുമെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50 HP നമുക്ക് സ്പിരിറ്റ് ഫോക്സ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ മെഡിക്കിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈഫ് കൂടുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും 135 HP കൂടിയിരിക്കുകയാണ്. അതായത് ഈ പെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെഡിക്കിറ്റ് അടിച്ചപ്പോൾ നമുക്ക് 10 HP എക്സ്ട്രാ ലഭിച്ചു. അടുത്തതാണ് ഫ്രണ്ട്സ് ഓത്തോ ക്യാരക്ടർ. നമുക്കിവിടെ ഓത്തോ ക്യാരക്ടറിനെ കാണാൻ സാധിക്കും. ഇതിന്റെ എബിലിറ്റി എന്താണ്? അതായത് നമ്മളെല്ലാവരും ഒരു എനിമിയെ കില്ലടിക്കുകയാണെങ്കിൽ ആ എനിമിയുടെ ടീംമേറ്റ്സ് എവിടെയാണെന്ന് നമുക്ക് മാപ്പിൽ ലൊക്കേഷനിൽ കാണിച്ചിടുന്നതായിരിക്കും. നമ്മളിവിടെ ഓത്തോ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് എനിമിയെ കില്ലടിക്കുകയാണ്. എനിമീസ് എവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. റെഡ് ഡോട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതായത് എനിമീസിനെ ാണെങ്കിൽ ഈ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് ആ അവരുടെ എനിമീസിന്റെ ടീംമേറ്റ്സ് എവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരും. ഇതിന്റെ എബിലിറ്റി ഇതാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഗെയിം പ്ലേയിലൊക്കെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റി ആണിത്. അടുത്തതാണ് ഫ്ലേമിംഗ് AK-47. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും AK ഫ്ലേമിംഗ് റെഡ് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ ഡാമേജ് ഡബിൾ ഡാമേജും പിന്നെ സിംഗിൾ റേഞ്ചുമാണുള്ളത്. പിന്നെ മാഗസീൻ മൈനസ് ആണ്. സോ നല്ല ആട്രിബ്യൂട്ട്സ് ഉള്ള കണ്ട സ്കിന്നാണ്. നമുക്ക് എല്ലാവർക്കും ഗെയിം പ്ലേയിലൊക്കെ നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കണ്ട സ്കിന്നാണിത് ഫ്രണ്ട്സ്. നിങ്ങളുടെ കയ്യിൽ എവോ AKയും ഡ്രാഗൺ AKയും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗണ്ണ് തിരഞ്ഞെടുക്കാം. ഈ 2 AK നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഫ്ലേമിംഗ് ഡ്രാഗോ ഒക്കെ തിരഞ്ഞെടുക്കാം. കാരണം നല്ല മാസമായിട്ടുള്ള ഗണ്ട സ്കിന്നാണത്. ഡബിൾ ഡാമേജ് കൊള്ളുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഗെയിം പ്ലേയിലൊക്കെ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ഗണ്ട സ്കിന്നാണ്. ഓക്കെ, അവസാനത്തെ റിവാർഡാണ് വിഗിൾ വാൾക്ക് ഇമോട്ട്. എന്തായാലും നിങ്ങളുടെ കയ്യിലൊക്കെ ഇമോട്ട് കുറവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം. ഈ ഒരു ഇമോട്ട് എടുക്കാം. ഇതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഈ റിമോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ റിമോട്ടാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാ പ്ലേസിനും ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് ഇമോട്ട് കുറവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇമോട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഈ റിവാർഡുകളിൽ ഏത് റിവാർഡാണ് ബെസ്റ്റ്? നമുക്ക് പെറ്റാണോ, നമുക്ക് ഓത്തോ ക്യാരക്ടർ ആണോ, ഫ്ലേമിംഗ് AK ആണോ, അല്ലെങ്കിൽ വിഗിൾ ബാക്ക് ഇമോട്ട് ആണോ? നമുക്ക് ഓരോ അക്കൗണ്ടിനും ഓരോ ടൈപ്പ് ആയിരിക്കും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട സ്കിൻ കുറവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലേമിംഗ് റെഡ് AK തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോട്ട് ഇല്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ എന്തായാലും വിഗിൾ ബാൾക്ക് ഇമോട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗണ്ണിന്റെ സ്കിന്നും ഇമോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓത്തോ ക്യാരക്ടർ എടുക്കാം. നല്ല ഗെയിം കളിക്കാനായി നല്ല ഉപകാരപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് ഗണ്ണിന്റെ സ്കിന്നും ഇമോട്ടും ക്യാരക്ടറും വേണ്ട, നമുക്ക് പെറ്റിന്റെ സ്കിന്നും മതിയെങ്കിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാം. കാരണം നല്ല സ്കില്ലാണ്. സോ നിങ്ങൾ ഇതിൽ ഏത് റിവാർഡാണ് എടുക്കാൻ പോകുന്നത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക, അവരോടും കാണാൻ പറയുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.